ഒരു കാലത്ത് നോക്കിയയും ബ്ലാക്ക്ബെറിയും ഫോൺ ലോകത്തെ അടക്കിവാണിരുന്നു. സ്മാർട്ട് ഫോൺ വിപ്ലവത്തിൽ അവർ തകർന്നടിഞ്ഞു. കാരണം ശക്തിയോ പണമോ ഇല്ലാഞ്ഞിട്ടല്ല, ഒരു വിപ്ലവത്തിനിടയിൽ ഒരു നിമിഷം അവർ പതറി നിന്നുപോയി. ഇപ്പോൾ ആ സിംഹാസനത്തിൽ ആപ്പിൾ, $3 ട്രില്യൺ ടെക് കൊളോസസ്, പ്രോഡക്റ്റ് ലോഞ്ചുകളുടെ രാജാവ്. ബട്ട് സംതിങ്സ് ഓഫ്. AI കാട്ടുതീ പോലെ പടരുകയാണ്. എല്ലാ ദിവസവും ഒരു പുതിയ ടൂൾ, ഒരു പുതിയ അസിസ്റ്റൻറ്റ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, സാംസങ് എല്ലാവരും AI റേസിലേക്ക് കുതിക്കുന്നു. എന്നാൽ ആപ്പിൾ കണ്ണടച്ചു. കാലതാമസം, നിശബ്ദത, പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആപ്പിളിൻ്റെ ആദ്യത്തെ വൻ വീഴ്ചയുടെ തുടക്കമാണോ ഇത്? 2 വർഷം. AI വെറും വാക്കല്ലാതായി. സാങ്കേതികവിദ്യയുടെ ജീവനാഡിയായി. ChatGPT റെക്കോർഡ് വേഗത്തിൽ 100 മില്യൺ യൂസേഴ്സ് കടന്നു. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, സാംസങ്, ചെറിയ സ്റ്റാർട്ടപ്പുകൾ വരെ എല്ലാവരും AIയിലേക്ക് പാഞ്ഞു. ആപ്പിളോ? അവർ കാത്തിരുന്നു. പതിവ് രണ്ടാം നീക്ക തന്ത്രം. അത് ഹാർഡ്വെയറിൽ വിജയിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ AI ഹാർഡ്വെയർ അല്ല. അത് കാത്തു നിൽക്കുന്നില്ല. ഓരോ നിമിഷവും അത് വളരുന്നു. എല്ലാം അതിവേഗം സ്മാർട്ടാക്കുന്ന ഈ ലോകത്തിൽ ആപ്പിളിൻ്റെ മൗനം അത് ശാന്തമായിരുന്നില്ല. അതൊരു ഭയപ്പെടുത്തുന്ന നിശബ്ദതയായിരുന്നു, ഒരു പതർച്ച പോലെ. WWDC 2024. ആഘോഷം, ആരവം, ഒടുവിൽ ആപ്പിൾ ഇൻ്റലിജൻസ്. ആകർഷകമായ പേര്, മിന്നുന്ന ഫീച്ചറുകൾ, ജൻമോജി, ChatGPT വരെ. പക്ഷേ ആഘോഷം കഴിഞ്ഞപ്പോൾ വീണ്ടും നിശബ്ദത. പിന്നെ iPhone 16, AIക്ക് വേണ്ടി ജനിച്ചത്. പക്ഷെ ലോഞ്ചിൽ AIയുടെ പൊടി പോലുമില്ല. വെറും വാഗ്ദാനങ്ങൾ മാത്രം. iOS 18.1, 18.2 അപ്ഡേറ്റുകൾ വന്നു. ആപ്പിൾ ലോഞ്ചുകൾക്ക് പേര് കേട്ടതാണ്. അങ്ങനെയെങ്കിൽ സിറി എവിടെ? ഡെമോ ഇല്ല, റിവ്യൂ ഇല്ല. ആപ്പിൾ ഇൻ്റലിജൻസ് എല്ലായിടത്തുമുണ്ട്. ബിൽബോർഡുകളിൽ, അവരുടെ വെബ്സൈറ്റുകളിലുടനീളം. എന്നാൽ ഏറ്റവും നിർണായകമായ ഫീച്ചേഴ്സ് ഇപ്പോഴും മിസ്സിംഗ്. മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്നു, നിക്ഷേപകർക്ക് ആശങ്ക. പിന്നണിയിലോ കാലതാമസം, റദ്ദാക്കൽ. ഇതൊരു കാലതാമസമല്ല, മുന്നറിയിപ്പാണ്. ഒരു പക്ഷേ ഇത് എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അവസാനിച്ചേക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് അവരുടെ നഷ്ടമായ നിമിഷമാണ്. നോക്കിയയും ബ്ലാക്ക്ബെറിയും പോലെ. ലോകം AIയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആപ്പിൾ നിശ്ചലമായി നിൽക്കുന്നു. ടെക് ലോകത്ത് ഇങ്ങനെയാണ് രാജാക്കന്മാർ വീഴുന്നത്.